ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായമായ ഭക്തിയോഗം തുടരുന്നു. ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ ഓരോന്നായി അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അവ്യക്തമായ ആത്മതത്വത്തിൽ മനസ്സുറപ്പിക്കുന്ന നിർഗുണോപാസന ക്ലേശകരമായതുകൊണ്ട് സഗുണോപാസന ചെയ്യുക എന്നൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. മനസ്സും ബുദ്ധിയും ഭഗവാനിൽ സമർപ്പിച്ച് വിദേഹമുക്തനാകാനുള്ള ആഹ്വാനത്തിന് പിന്നിലെ പ്രയാസമോർത്ത് നിസ്സഹായനായി നിന്ന അർജുനനോട് അഭ്യാസയോഗം ശീലിച്ചുകൊള്ളൂ എന്ന് ഭഗവാൻ കരുണയോടെ പറയുന്നു. ഇനി അതിനും സമർത്ഥനല്ല എങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളെയെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് ദുർവാസനകളെ അകറ്റി ധ്യാനത്തിനുള്ള വഴി തെളിയിച്ചെടുക്കാനും ഉപദേശിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ ശ്ലോകം വരെ നമ്മൾ കേട്ടത്. ഇനി അതിനും നീ അശക്തനാണെങ്കിൽ വീണ്ടും ഒരു മാർഗത്തെ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 11-ാമത്തെ ശ്ലോകം. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം തത കുരു യഥാത്മവാൻ. അഥ എന്നിട്ട്, ഏതത് അപി ഇതുപോലും, കർത്തും ചെയ്യാൻ, അശക്തഃ അസി നീ അശക്തനാണെങ്കിൽ, തതഃ പിന്നെ, മദ്യോഗം എൻ്റെ യോഗത്തെ, ആശ്രിതഃ ആശ്രയിച്ച്, യദാത്മവാൻ മനസ്സിനെ അടക്കി, സർവകർമ്മഫലത്യാഗം സർവകർമ്മഫലത്യാഗത്തെ കുരു നീ ചെയ്യുക. ഇനി ഇതുപോലും ചെയ്യാൻ നീ ശക്തനല്ല എന്നിരിക്കട്ടെ, എന്നാൽ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാ കർമ്മങ്ങളുടെയും ഫലം ത്യജിക്കുക. പരമാത്മാവിനോടുള്ള ചേർച്ച തന്നെയാണ് പരമപ്രാപ്യമായത് എന്ന് വിശ്വസിച്ച് കാമാദി സങ്കല്പങ്ങളെയെല്ലാം കളഞ്ഞ് ഫലം എന്തു വന്നാലും അതൊന്നും സ്വാർത്ഥമാക്കാതെ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മഫലം ഒന്നും തന്നെ തനിക്കുള്ളതല്ല എന്ന ദൃഢബോധത്തിൽ ഉപേക്ഷിക്കുക. ചിത്തശുദ്ധിക്ക് കാരണമായ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. കർമ്മയോഗത്തിന് അധികാരിയായവനാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. സർവവും ഭഗവന്മയമാണെന്ന് അർജുനനെ ബോധിപ്പിക്കുകയും ചെയ്തു. ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ബുദ്ധി, അതായത് ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന ബുദ്ധി ഇല്ലാതെയാവണമെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കണം. യഥാർത്ഥമായ ആത്മതത്വം മനസ്സിലാക്കി അഭ്യാസയോഗം കൊണ്ട് ആ ജ്ഞാനത്തെ ദൃഢപ്പെടുത്തണം. അങ്ങനെ ദൃഢപ്പെടുന്ന ബോധത്തിലാണ് ഇതെല്ലാം ഞാൻ തന്നെ, ബ്രഹ്മം തന്നെ, മറ്റൊന്നില്ല എന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതിനെയാണ് ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ബന്ധനിവൃത്തി എന്നെല്ലാം പറയുന്നത്. സർവകർമ്മങ്ങളുടെയും ഫലത്യാഗത്തെ സ്തുതിക്കുന്ന ശ്ലോകമാണ് അടുത്തത്, 12-ാമത്തെ ശ്ലോകം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാദ് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗം ത്യാഗാത് ശാന്തിരനന്തരം. അഭ്യാസാത് അഭ്യാസത്തേക്കാൾ, ജ്ഞാനം ശ്രേയഹി ജ്ഞാനം നല്ലതാണ്, ജ്ഞാനാത് ജ്ഞാനത്തേക്കാൾ, ധ്യാനം വിശിഷ്യതേ ധ്യാനം വിശേഷമാണ്, ധ്യാനാത് ധ്യാനത്തേക്കാൾ, കർമ്മഫലത്യാഗ കർമ്മഫലത്യാഗം നല്ലതാണ്, ത്യാഗാത് ത്യാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ത്യാഗത്തിന് ശേഷം, അനന്തരം പിന്നീട്, ശാന്തി ഉണ്ടാകുന്നു. അഭ്യാസത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനവും, ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ധ്യാനവും, ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മഫലത്യാഗവുമാകുന്നു. ആ ത്യാഗത്തിൽ നിന്നും ക്രമത്തിൽ മനസമാധാനം, ഭഗവത് പ്രാപ്തി എന്നിവയും ഉണ്ടാകുന്നു. പ്രാധാന്യമനുസരിച്ച് പടിപടിയായി അടുക്കി വച്ച ഈ ആശയങ്ങളെ നമുക്ക് ഓരോന്നായി നോക്കാം. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത് അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമായത് ജ്ഞാനം തന്നെയാണ്. ബാഹ്യമായ യോഗാഭ്യാസ മുറകളേക്കാൾ അഥവാ ഭക്തിപരമായ ചടങ്ങുകളേക്കാൾ ശ്രേഷ്ഠമാണ് പാരമാർത്ഥിക ജ്ഞാനം. ആധ്യാത്മിക സാധനകൾ കേവലമായ ശാരീരികമായ അനുഷ്ഠാനങ്ങളല്ല, എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും ഉള്ള പൂർണ്ണമായ അറിവ്
സാധനയുടെ സാഫല്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ജ്ഞാനം അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമായി വരുന്നു. ഇനി അടുത്തത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ. വെറും അറിവിനേക്കാൾ അറിഞ്ഞതിനെക്കുറിച്ചുള്ള ധ്യാനം വിശേഷപ്പെട്ടതാണ്. സാധനയുടെ ചടങ്ങുകൾ എന്താണെന്നറിഞ്ഞ് അതിനെ സ്വാംശീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി അതിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതുമുണ്ട്. ദീർഘമായ ധ്യാനസപര്യയിലൂടെ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് വെറും ജ്ഞാനത്തേക്കാൾ ധ്യാനത്തിന് വൈശിഷ്ട്യം കൽപ്പിച്ചിരിക്കുന്നു. ധ്യാനാത് കർമ്മഫലത്യാഗ. ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. കർമ്മത്തിൻ്റെ ഫലം എന്നത് ഭാവിയിൽ വരാനിരിക്കുന്നതാണ്. കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വേവലാതികൾ ഉണ്ടാക്കും. മനസ്സിൻ്റെ ശക്തിയും സ്ഥിരതയും നഷ്ടപ്പെട്ടവന് ധ്യാനിക്കാൻ സാധിക്കുകയുമില്ല. ജ്ഞാനത്തിൻ്റെ ഉപരിമണ്ഡലങ്ങളിലേക്ക് ഉയരാൻ ബുദ്ധിക്ക് കഴിയാതെ വരും. എന്നാൽ കർമ്മഫലത്തെ ത്യജിക്കാൻ കഴിയുന്നവൻ മനഃശക്തിയുള്ളവനും സമബുദ്ധിയുമായി തീരും. അതിനാൽ ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഗുണം എന്തെന്ന് പറയുന്നു. ത്യാഗാച്ഛാന്തിരനന്തരം. കർമ്മഫലത്യാഗം കൊണ്ട് ശാന്തിയുണ്ടാകുന്നു. ഹൃദയസ്ഥിതമായിരിക്കുന്ന സർവകാമങ്ങളെയും ത്യജിക്കുമ്പോൾ മർത്യൻ അമർത്യനായി മരണമില്ലാത്തവനായി ഭവിക്കുന്നു. ഇവിടെ വെച്ച് തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ഉപനിഷത്തുകളും ഉദ്ഘോഷിക്കുന്നു. ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കും എന്ന് കരുതുന്ന സുഖങ്ങളോടുള്ള ആസക്തി വെടിയലാണ് ത്യാഗം അഥവാ സന്യാസം. അത് പരമശാന്തിയിലേക്ക് നയിക്കും. ഭക്തിയോഗം എന്ന ഈ അധ്യായത്തിൽ ആകെ 20 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ഇനി വരുന്ന 13-ാം ശ്ലോകം മുതൽ 20-ാം ശ്ലോകം വരെ 8 ശ്ലോകങ്ങളിലായി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചവൻ്റെ, മനസ്സമാധാനം സമ്പാദിച്ചവൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഈ 8 ശ്ലോകങ്ങൾ കൊണ്ട് 6 ഭാഗങ്ങളിലായിട്ടാണ് ഇവയെ പറഞ്ഞിരിക്കുന്നത്. ഒരു പൂർണ്ണ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അതുവഴി സാധകന്മാരുടെ പെരുമാറ്റച്ചട്ടങ്ങളും ജീവിത രീതിയും എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും നമുക്ക് ഇവിടെ കാണാം. 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 17-ാം ശ്ലോകത്തിൻ്റെ വിശദീകരണം കൂടിയാണ് ഇത് മുതലുള്ള ശ്ലോകങ്ങൾ. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയ എന്ന് ആ ശ്ലോകത്തിൽ പറയുന്നു. ജ്ഞാനിക്ക് ഞാൻ അത്യധികം പ്രിയപ്പെട്ടവനാണ്, അവൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. ജ്ഞാനിയും ഭക്തനും പേരുകൊണ്ട് മാത്രം ഭിന്നന്മാരാണ്, ലക്ഷണം കൊണ്ട് ഭിന്നന്മാരല്ല. തുടക്കത്തിൽ 13-ഉം 14-ഉം ശ്ലോകങ്ങൾ ചേർന്ന് ഒരു ലക്ഷണത്തെ പറയുന്നത് കേൾക്കാം. ആ 2 ശ്ലോകങ്ങൾ ഒരുമിച്ച്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. അതിൻ്റെ വ്യാഖ്യാനം: സർവഭൂതാനാം, സകല പ്രാണിക്കും, അദ്വേഷ്ട, ദ്വേഷം ചെയ്യാത്തവനും, അതായത് ഒന്നിനെയും ദ്വേഷിക്കാതെ ഇരിക്കുന്നവനും, മൈത്രഃ, മിത്രഭാവമുള്ളവനും, കരുണഃ, കരുണയുള്ളവനും, നിർമ്മമ, തൻ്റേതായിട്ട് ഒന്നുമില്ല എന്ന ബോധത്തോടു കൂടിയവനും, നിരഹങ്കാരഃ, അഹംബുദ്ധിയില്ലാത്തവനും, സമ ദുഃഖ സുഖ, സുഖദുഃഖങ്ങൾ തുല്യമായി കരുതുന്നവനും, ക്ഷമീ, ക്ഷമാവാനും, സതതം, എപ്പോഴും, സന്തുഷ്ടഃ, സംതൃപ്തനും, യോഗി, യോഗിയും, യദാത്മാ, മനസ്സിനെ അടക്കിയവനും, ദൃഢനിശ്ചയഃ, സ്ഥിരനിശ്ചയമുള്ളവനും, മയി, എന്നിൽ, അർപ്പിതമനോബുദ്ധി, മനസ്സും ബുദ്ധിയും സമർപ്പിച്ചവനും, മദ്ഭക്തഃ ച, എൻ്റെ ഭക്തനുമായി, യഹ, ഏതൊരുത്തനുണ്ടോ, സഹ, അവൻ, മേ, എനിക്ക്, പ്രിയ, ഇഷ്ടപ്പെട്ടവനാണ്. സർവജീവികളോടും ദ്വേഷരഹിതനും മിത്രഭാവവും കരുണയും ഉള്ളവനും മമതയും അഹന്തയും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളിൽ തുല്യഭാവമുള്ളവനും ക്ഷമാശീലനും സദാസന്തുഷ്ടനും ഏകാഗ്രചിത്തനും
ആത്മനിയന്ത്രണമുള്ളവനും നിശ്ചയദാർഢ്യമുള്ളവനും മനോബുദ്ധികളെ എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തനായി ആരുണ്ടോ അവൻ എനിക്ക് പ്രിയനാകുന്നു. ഇവിടെ ഒന്നാം ഭാഗത്തിൽ ഈ 2 ശ്ലോകങ്ങളിലായി 11 വിശിഷ്ട ഗുണങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ ആത്മാവ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെന്നും എല്ലാറ്റിലും ഉള്ള ആത്മാവ് തന്നെയാണ് തന്നിലുള്ളതെന്നും ഉള്ള തിരിച്ചറിവ് നേടിയവന് ആരെയും വെറുക്കാനാവില്ല. അയാളുടെ ദൃഷ്ടിയിൽ എല്ലാം താൻ തന്നെയാണ്, വേറൊന്നില്ല. ഇനി ആ 11 ഗുണങ്ങൾ ഓരോന്നായി നോക്കാം. അദ്വേഷ്ട എന്നാൽ അവിവേകം കൊണ്ട് ഏതെങ്കിലും ഒരുവൻ ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ അവരെ ദ്വേഷിക്കുന്ന സ്വഭാവം ആ സാധകന് ഉണ്ടാകുകയില്ല. എല്ലാത്തിനോടും മിത്രഭാവത്തിൽ വർത്തിക്കുകയും ദുഃഖിക്കുന്നവരോട് കരുണ അഥവാ കൃപ ചൊരിയുന്നവനുമാണ്. നിർമ്മമൻ എന്നാൽ മമ എന്ന ആശയത്തെ, എൻ്റെ എന്നുള്ള ഭാവത്തെ തീരെ വർജിച്ചിരിക്കുന്നവൻ. ഞാൻ എന്നുള്ള വിചാരം ത്യജിച്ചവനാണ് നിരഹങ്കാരൻ. രാഗദ്വേഷാദികൾ ഇല്ലാതെ സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത പാലിക്കുന്നവനെ സമദുഃഖസുഖൻ എന്ന് വിളിക്കുന്നു. ക്ഷമീ എന്നാൽ ക്ഷമാശീലൻ. അന്യരുടെ ദുർവാക്യങ്ങൾക്കൊന്നും ആത്മാവിന് ഒരു കേടും വരുത്താനാവില്ല എന്ന ബുദ്ധി ഉറച്ചവൻ. സന്തുഷ്ട സതതം ദേഹം നിലനിർത്തുന്നതിന് പോലും വേണ്ടുന്ന സംഗതികൾ ലഭിച്ചാലും ഇല്ലെങ്കിലും കിട്ടിയതുകൊണ്ട് സംതൃപ്തനായവൻ. യഥാത്മാ എന്നാൽ ആത്മനിയന്ത്രണം ഉള്ളവൻ. അവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിലേക്ക് എത്തി നോക്കുന്നതേയില്ല. ദൃഢനിശ്ചയൻ ആത്മതത്വ വിഷയത്തിൽ സുദൃഢമായ തീരുമാനം കൈക്കൊണ്ടവൻ. മൈ അർപ്പിത മനോബുദ്ധി എന്നിൽ അർപ്പിക്കപ്പെട്ട മനോബുദ്ധികളോട് കൂടിയവൻ. സങ്കല്പാത്മകമായ മനസ്സും തീരുമാനങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന നിശ്ചയാത്മകമായ ബുദ്ധിയും എന്നിൽ തന്നെ അർപ്പിച്ചവൻ. ഇപ്രകാരം എല്ലാമുള്ള ആരാണോ എൻ്റെ ഭക്തൻ അവൻ എനിക്ക് പ്രിയനാണ്. ഇനി 2ാമത്തെ ലക്ഷണം അടുത്ത ശ്ലോകത്തിൽ, അതായത് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയാ ഹർഷാമർഷഭയോദ്യോഗൈർ മുക്തോ യസ ച മേ പ്രിയ. യസ്മാത് ഏതൊരുത്തൻ നിമിത്തം ലോകഃ ജനം ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ, ലോകാത് ജനം നിമിത്തം യഹ ച ഏതൊരുത്തനും ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ, ഹർഷാമർഷഭയോദ്യോഗൈ സന്തോഷം കോപം ഭയം ഇവയോട് മുക്തഃ വേർപെട്ട സഹജ അവനും മേ എൻ്റെ അതായത് പരമാത്മാവിൻ്റെ പ്രിയഃ ഇഷ്ടനാണ്. ജനങ്ങൾക്ക് ഭയാശങ്കകൾ ഒന്നും ഉണ്ടാക്കാതെയും ജനങ്ങളിൽ നിന്ന് യാതൊരുവിധ ഭയാശങ്കകളും നേരിടാതെയും സന്തോഷം കോപം ഭയം ക്ഷോഭം എന്നിവയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നവനും എനിക്ക് പ്രിയനാണ്. 2ാം ഭാഗമായ ഈ ശ്ലോകത്തിൽ യഥാർത്ഥ ഭക്തൻ്റെ 3 ഗുണവിശേഷങ്ങൾ കൂടി ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യസ്മാന്നോ ദ്വിജതേ ലോകഃ തനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഒരു അസ്വാസ്ഥ്യവും ഉണ്ടാക്കാത്തവനാണ് സിദ്ധപുരുഷൻ. ലോകാന്നോ ദ്വിജതേ ചയ ലോകം എത്ര തന്നെ കുഴപ്പങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതാണെങ്കിലും അതൊന്നും അവരിൽ അസ്വാസ്ഥ്യങ്ങൾ ഉളവാക്കുന്നില്ല. അവരുടെ ആന്തരിക ശാന്തിക്ക് ഒരു ഭംഗവും ഉണ്ടാവില്ല. ഹർഷാമർഷ ഭയോദ്വേഗൈ മുക്തഃ പ്രിയപ്പെട്ടത് ലഭിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഉത്കർഷം രോമാഞ്ചം എന്നിവയെല്ലാമാണ് ഹർഷം എന്നതിൽ ഉൾപ്പെട്ടു വരുന്നത്. അമർഷം എന്നാൽ അസഹിഷ്ണുത, ഭയം എന്നാൽ പേടി, ഉദ്വേഗം എന്നാൽ ആശങ്ക, ക്ഷോഭം ഇവയിൽ നിന്നെല്ലാം മുക്തനായി ദൗർബല്യങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്നവൻ എനിക്ക് പ്രിയനാകുന്നു. ഹരി ഓം തത്സത്.